എടാ നീ ഇതിനൊക്കെ പിടിച്ച് ഇവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുവാണല്ലേ? കടിക്കൂലേ? ഞണ്ട് കടിക്കൂലേ? എടാ ഇതിന് ജീവനുണ്ടടാ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. കുഞ്ഞപ്പാ നമ്മളെവിടെ പോവാ? മീൻ പിടിക്കാനാ? മീൻ പിടിക്കാനാ? ഇതെന്താടാ ഇങ്ങനെയൊക്കെ പറയണ? ഗൈസ് ഞങ്ങള് ഫോട്ടോഷൂട്ടിന് പോവാണ് ഗൈസ്. ഇവന് മീൻ കാണാനാ? ഞാൻ വേറൊരു കാര്യം ഇന്നലെ രാത്രി ഇവനോട് പറഞ്ഞായിരുന്നു കേട്ടോ. ആ ഓർമ്മയിലാണ് മീൻ പിടിക്കണ കാര്യം. ആ വ്ളോഗ് ഇല്ല, ആ വ്ളോഗ് നമ്മൾ പിന്നെ എടുക്കും. പൊന്നെ ഇത് ആ വ്ളോഗ് അല്ല, അതെ അത് വെളുപ്പിന് പോയാലേ ആ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു മീൻ പിടുത്തം പോകാം, നമുക്ക് പോകാം, ഒരു കാര്യമുണ്ട്, അത് നമുക്ക് പിന്നെ പോവാം. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞപ്പാ അതെ അമല പബ്ലിക് സ്കൂൾ കുഞ്ഞപ്പന്റെ സ്കൂളാണ് ഗൈസ്. നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോന്ന് അറിയില്ല. അയ്യോ കിട്ടിയോ ഇല്ലേ? അയ്യോ ചെറുതായിട്ട് കിട്ടിയുള്ളൂ. അപ്പൊ സ്കൂളിന്റെ ഫ്രണ്ടിൽ കൂടി ഇന്ന് 1-ാം തീയതിയാണ് ഗൈസ്. ഇന്ന് സ്കൂളിലാട്ടാ. എന്തൊരു സന്തോഷം കുഞ്ഞപ്പന്. 1-ാം തീയതി ആയിട്ട് സ്കൂളില്ലെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷം. 2-ാം തീയതി, നാളെ 2-ാം തീയതി സൺഡേ സ്കൂളില്ല. ഇനി മൺഡേ പോയാൽ മതിയല്ലോ. അപ്പൊ വീട്ടിൽ ഇരുന്നിരുന്നിരുന്ന് ബോറടിക്കേണ്ട. ചില സമയത്ത് ഓർക്കും വീട്ടിൽ നിന്ന് പുറത്തേക്കേ ഇറങ്ങാൻ തോന്നൂല, വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നും. ചില ദിവസങ്ങളിൽ അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയാൽ മതി എന്ന് തോന്നും. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ക്രേസി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഫോട്ടോ മര്യാദക്ക് എടുത്താലും അവസാനം അതൊരു ഫണ്ണി ഫോട്ടോയായി മാറും, അത് വേറെ കാര്യം. ഭയങ്കര വെയിലും നല്ല ബ്ലോക്കും ആണ് കേട്ടോ. ഈ മറ്റേ പാലം പണി, മറ്റേ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നതുകൊണ്ട് നല്ല ബ്ലോക്കും ഉണ്ടാകും, അതുപോലെ നല്ല വെയിലും ആണ്. അല്ല പൊന്നെ ഇത് എരമല്ലൂരാടാ. അവൻ പറയണത് തുറവൂരാണെന്ന്. ഇതാണ് എരമല്ലൂര്, തുറവൂർ അവിടെ അല്ലേ. അപ്പൊ അത് പയ്യ എന്റെ പൊന്നെ. റോഡിന്റെ അവസ്ഥ നോക്കി. ഇതെന്താടാ ചോക്ലേറ്റിന്റെ ക്രീമാ. ഓ ആ കാറിന്റെ ടയറും അതിന്റെ എല്ലാം നല്ല പരിവാകും. ബേക്കറി കയറാന്ന് പറഞ്ഞ് വന്നാണ് ഗൈസ്. ഇവിടുത്തെ റോഡ് സൈഡിൽ നല്ല ചോക്ലേറ്റ് പുഴയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോക്ലേറ്റ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. കാറിന്റെ 4 ടയറിന്റെ കാര്യത്തിലും തീരുമാനമായി. മൊത്തം ചെളി തന്നെ കാറിട്ടല്ലേ. വേറെ പാർക്ക് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. ഐശ്വര്യമായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. എന്താ പോനാ? എന്താ വേണ്ട പറ ഗൈസ്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ അത് മാത്രമേ കുടിക്കുന്നുള്ളൂ. കുഞ്ഞപ്പൻ എന്താ ഓർഡർ? നിനക്കുള്ളത് വരും. അവൻ എന്താ ഓർഡർ ചെയ്തതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ ലൈറ്റ് ആയിട്ട് ഇത് മാത്രമേ കുടിക്കുന്നുള്ളൂ. എന്റെ ഉച്ചക്കത്തെ ഭക്ഷണം ഇതാണ്. അമ്മയുടെ ലിപ്സ്റ്റിക്ക് പോകുമെന്ന്. കുഴപ്പമില്ല. കുഞ്ഞപ്പന്റെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുത്തെ ഈ കടയിലെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ചിക്കൻ അത് അതിനകത്ത് ചിക്കൻ ഉണ്ടടാ. ഇത് ഇത്ര ഞങ്ങൾക്ക് 3 പേർക്ക് ലാവിഷാണ് ഗൈസ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ചേട്ടനും ചോറ് അധികം തിന്നാത്തോണ്ട് കഴിക്കുന്നില്ല കേട്ടോ. ഇത് നിനക്ക് തിന്ന് മതിയാവുകയാണെങ്കിൽ അച്ഛനും നമുക്ക് തന്നാൽ മതി. ഓക്കെ, ഞങ്ങൾ ഈ ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ നോട്ടം നോക്കി. അപ്പൊ ഞാൻ എന്റെ ജ്യൂസ് കുടിക്കട്ടെ, നീ കഴിച്ചോ. പയ്യെ ചൂട് മാറ്റി. എന്റെ സാധനം മാത്രം വന്നില്ല ഗൈസ്. അപ്പോൾ ഈ ചേട്ടന് ഓർഡർ ചെയ്ത ചോക്ലേറ്റ് ബബിൾ ടീ വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇത് കുടിച്ചിട്ടില്ലേ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് തരാം. അല്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല. എന്റെ എല്ലാം അടിച്ചു മാറ്റി ഗൈസ്. കുറച്ച് കുടിച്ചാൽ മതി, അധികം കുടിക്കണ്ട. കുഞ്ഞപ്പനും തട്ടിപ്പറിക്കാൻ വേണ്ടി ഇത് തന്നെ മതിയായിരുന്നു. എന്താണ് നിങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു? ഇതാണ് പ്രശ്നം. ഞാൻ എപ്പോഴേ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ചോക്ലേറ്റ് ബബിൾ ടീ. ഞാൻ ഈ ബബിൾ ടീ തന്നെ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ഇതിന് ഭയങ്കര ടേസ്റ്റ്. ജലദോഷമാണ്. ഇച്ചിരി മാത്രം കുടിച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അച്ഛൻ വേണമെങ്കിൽ ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് തിന്നു. ഞങ്ങൾ ഇത് കുടിച്ചോളാം. കിട്ടണില്ല. വെറുതെ അല്ല കിട്ടാഞ്ഞത്. ഇതിന്റെ അറ്റത്ത് എന്തോ സാധനം കുടുങ്ങി കിടക്കണ കേസ്. അതാണ് ബബിൾ. ഇഷ്ടപ്പെട്ടില്ല. എന്ത് സാധനം? അതാണ് ബബിൾ ടീ. ഇത് കണ്ടില്ലേ? ഇത് കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നുണ്ട് അച്ഛേ? ബബിള് കറുത്ത കളറിലൊരു സംഭവം. അതാണെങ്കിൽ അവൻ ഓരോ ഗെയിമിന്റെ പേരൊക്കെ പറയണം. കുഞ്ഞപ്പനും ഞാനും മുട്ട റെഡിയായിരുന്നു കേസ് അതിന് വേണ്ടി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതേ ഒരു കാറിൻ്റെ എന്തോ ആക്സസറീസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് ചേട്ടൻ കൊണ്ടുപോയതാണേ. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ കസേരയൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നു. മുട്ടം പോസ്റ്റായി കുറേ സമയം പിടിച്ചു കേട്ടോ. ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ പോയതാണ്. പക്ഷെ മൊത്തം വീർത്ത് കുളിച്ചൊരു പരിവായി. ബ്ലോക്ക് കണ്ടില്ലേ? റോട്ടിലാണെങ്കിൽ 1.5 ബ്ലോക്ക്.
ദേ നീണ്ടകര, വെൽക്കം ടു നീണ്ടകര എന്ന് എഴുതിയേക്കണുണ്ടോ. അങ്ങനെ നീണ്ടകരയിലേക്ക് നമ്മൾ എൻട്രി ആയിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. അവിടെ സൈഡിൽ കണ്ടില്ലേ ഇരിക്കാനുള്ള സ്പേസും അതുപോലെ ചെറിയ ഊഞ്ഞാലും മറ്റേ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് രാത്രി കുഞ്ഞപ്പനെയും കൊണ്ട് ഞങ്ങൾ അവിടെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ നിർത്തി ഇറങ്ങാം, ഇവിടെ കയറാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ. ഇനി അവിടെ ഇറങ്ങി പിന്നെയും സമയം പോകും, അതുകൊണ്ട് നിർത്തിയില്ല. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടി. നമ്മൾ ലക്ഷ്യമാക്കി പോകുന്നത് നമ്മുടെ പുത്തൻതോട് ബീച്ചാണ്. 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ചെന്നപ്പോൾ തന്നെ ഇതേ ഫോറിനേഴ്സ്, കുറേ ടൂറിസ്റ്റുകളാണ്, കുറേ ടൂറിസ്റ്റ് വരുന്ന ഒരു ഏരിയയാണ്, ഒരു ബീച്ചാണ്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ നല്ല സൗകര്യമുണ്ട്. വല്ല വിശേഷ ദിവസമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 5 മണിയായി നമ്മൾ അവിടെ എത്തിയപ്പോൾ. പക്ഷെ കണ്ട 5 മണിയുടെ ലുക്കൊന്നും അല്ല, നല്ല നട്ടുച്ച വെയിൽ പോലെ ഉണ്ട് കാണാൻ വേണ്ടി. നല്ല അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞപ്പം ചെന്നപ്പോൾ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഓടിയതേ പിള്ളേരുമായിട്ട് അവിടെ ചെറുതായിട്ട് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. നോക്കിക്കേ ഗൈസ്, അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബീച്ചിൽ ഇറങ്ങി. ഇവിടെ വലിയ തിരക്കില്ല, എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. സമയം ആവുന്നല്ലേ ഉള്ളൂ. എത്ര മണിയായി നോക്കട്ടെ, വൈകുന്നേരം 5 മണിയായില്ലേ? ഭയങ്കര വെയിലല്ലോ. 5 മണിയായിട്ട് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. ഇതാണ് പുത്തൻതോട് ബീച്ച്. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആരോ മല കൂട്ടി വെച്ചതൊക്കെ ഇവിടെ ഉണ്ട്. നടുക്കൊരു വടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് വള്ളങ്ങളുണ്ട് കേട്ടോ. അതെ, നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. കുറേ വള്ളങ്ങൾ ഇങ്ങനെ മൂടി ഇട്ടിട്ടുണ്ട്. എന്തോ പോനാ അവനാണെങ്കിൽ ഞണ്ടിൻ്റെ കുഴി നോക്കി അടക്കാണ് കേസ്. ഒരു കോലും കൊണ്ട് ഞണ്ടിൻ്റെ കുഴി നോക്കി അടക്കാണ് കുഞ്ഞപ്പൻ. കുറച്ച് ദൂരമായിട്ട് കുറേ വെള്ളാരങ്കല്ലുണ്ടേ. നമ്മുടെ അഴീക്കലും വെള്ളാരങ്കല്ലല്ല, ഉരുളങ്കല്ല്, സോറി പറഞ്ഞപ്പോൾ തെറ്റിപ്പോതാണ് കേസ്. ഉരുളങ്കല്ലുകളുണ്ട്. നമ്മുടെ അഴീക്ക ബീച്ചിലും ഫോർട്ട് കൊച്ചി ബീച്ചിലൊന്നും പോയാൽ ഇങ്ങനത്തെ ഉരുളങ്കല്ല് കാണത്തില്ല. ശരിക്കും ഉരുണ്ട കല്ല്, നല്ല രസമാണ്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ഞപ്പൻ ദേ മീനമ്മേ എന്ന് പറഞ്ഞ് വേസ്റ്റ് ബിന്ന് നോക്കിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് കുറേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എല്ലാം വേസ്റ്റ് ഐറ്റംസ് ഒക്കെ എല്ലാവരും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കറക്റ്റ് ഒരു മീനിൻ്റെ ഷേപ്പിലാണ് അതിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കും. എങ്ങനെ ഇവിടെ തുടങ്ങും? കുഞ്ഞപ്പനാണെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നില്ല ഗൈസ്. എന്തൊരു പാടാണ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ. അവസാനം ആ വള്ളത്തിൻ്റെ അവിടെ നിന്നപ്പോൾ ചേട്ടൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. ഒരു വിധത്തിലാണ് ആ 2-3 ഫോട്ടോസെങ്കിലും അവിടെ വെച്ച് എടുത്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവനാണെങ്കിൽ ആ വള്ളത്തിൻ്റെ മുകളിൽ കയറി ഇരിക്കണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതേ പിന്നെയും നടക്കുകയാണ് കേട്ടോ. കുഞ്ഞപ്പനാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി താമേ, ഷൂ ഒക്കെ ഊരുത്താ, ഞാൻ വെള്ളത്തിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്നതല്ലേ കുഞ്ഞ്, ആദ്യം അത് എടുക്കാം എന്നിട്ട് കളിക്കാം എന്നൊക്കെ പറഞ്ഞേ. ഒന്നാമത്തെ കാര്യം, ബീച്ചിൽ കളിക്കാം എന്നൊരു പ്ലാനിലല്ലല്ലോ നമ്മൾ വന്നത്. അതുകൊണ്ട് തോർത്തും ഡ്രസ്സും വേറെ മാറാനൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ് വെള്ളത്തിൽ കളിപ്പിക്കേണ്ട, പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന്. പിന്നെ അവന് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വെള്ളത്തിലോട്ട് ഇറക്കില്ല കേട്ടോ. പക്ഷെ അവൻ ഇപ്പോഴും അതിൻ്റെ സങ്കടം മാറിയിട്ടില്ല, വെള്ളത്തിൽ കളിപ്പിച്ചില്ലെന്നും പറഞ്ഞ്. അപ്പോൾ ഒരു കമ്പും കോലൊക്കെ എടുത്ത് അവിടെ എന്തോ പടമൊക്കെ വരക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഒപ്പം ഞണ്ടിൻ്റെ കുഴി നോക്കുകയാണെന്നാണ് എന്നോട് പറയുന്നത്. അമ്മ ഇവിടെയൊക്കെ ഞണ്ട് കുഴികുത്തി താമസിക്കും. നമ്മുടെ അഴീക്കൽ ബീച്ചിൽ അങ്ങനെയാണ്, ഒരുപാട് ഞണ്ടുകൾ ഇങ്ങനെ കുഴികുത്തി താമസിച്ചിരിക്കും. അതുപോലെയാണെന്നും പറഞ്ഞാൽ അവൻ നോക്കിയിട്ട് അവിടെ ഒന്നും ഞണ്ടിനെ കണ്ടില്ല. കുറച്ച് ഇനി ഉരുളങ്കല്ലിൻ്റെ ഇടയിലോട്ട് കയറിയപ്പോൾ ഒരുപാട് ഞണ്ട് പൊങ്ങി വന്നു ഗൈസ്. നല്ലോണം വെള്ളം അടിക്കും കേട്ടോ. ഈ തിരമാല വരുമ്പോൾ ശരിക്കും ഈ കല്ലിൻ്റെ മുകളിലേക്ക് വെള്ളം അടിച്ച് കയറും. നമ്മൾ ആ കല്ലിൻ്റെ മുകളിൽ നിൽക്കുവാണെങ്കിൽ നമ്മളെയും കൂടി നനച്ച് കുളിപ്പിക്കും വെള്ളം. അങ്ങനെ കുഞ്ഞപ്പം വരച്ച് ഈ ഒരു പരുവത്തിലൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോഴാണ് സ്റ്റാൻഡ് എടുക്കാൻ മറന്നുപോയ കാര്യം ഓർത്തത്. പിന്നെ ഞാൻ കാറ് വരെയും പോയിട്ട് സ്റ്റാൻഡും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ചു വന്നു കേട്ടോ. ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ക്യാമറ വെച്ചിട്ട് അതുപോലെയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ ഫോണിൽ ഓപ്പറേറ്റ് ചെയ്യും. ഫോണിൽ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ ഫോട്ടോയാവും. അങ്ങനെ ഞാനും കുഞ്ഞപ്പനും ഒരു വിധത്തിൽ പയ്യെ സൂക്ഷിച്ച് ദേ ഉരുളങ്കല്ലിൻ്റെ മുകളിൽ കയറി ഇരിക്കുവാണ് കേട്ടോ. ഭയങ്കര പാടാണ്, ഭയങ്കര സൂക്ഷിച്ച് നമ്മൾ കയറണം, അല്ലെങ്കിൽ അവിടെ മുന്നിൻകുത്തി വീഴും ഗൈസ്. എന്തൊരു ഭംഗിയാണെന്നറിയാം ഈ ഒരു വ്യൂ കാണാൻ. ഭയങ്കര നമുക്ക് ഭയങ്കര ടെൻഷനും ഡിപ്രഷനിലൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്നാൽ മതി, മനസ്സൊക്കെ നല്ല കാമാകും, നല്ല രസമാണ് കാണാൻ. കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മയെ കളിപ്പാട്ടം എന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ അവിടെ വെച്ച് എടുത്ത ഫോട്ടോസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു വിധത്തിൽ തിരിച്ചിറങ്ങണമല്ലോ. കയറുന്ന പോലെ കയറാനും പാടാണ്, ഇറങ്ങാനും പാടാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വീണ് കഴിഞ്ഞാൽ നല്ല കല്ലുകളല്ലേ മുഖത്തിട്ടൊക്കെ അടിച്ചുകൊണ്ട് അടിപൊളിയായിരിക്കും. ഇതിന്റെ ഭംഗി അത് എടുത്ത് പറയാൻ തന്നെ വേണം ഗൈസ്, അത്രയും ഭംഗിയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഇടയിലൊക്കെ ഞാൻ ആ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് പോയി, സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ ഇനി ഫോട്ടോ എടുത്താൽ രക്ഷയില്ല, ഒന്നും കിട്ടൂല. അപ്പോൾ ബാ. അങ്ങനെ ചായ കുടിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ നടക്കുകയാണ്. ഭയങ്കര ടയേർഡായി, ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും. ആ ഉരുളങ്കല്ലിൻ്റെ മുകളിൽ കയറി ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ടയേർഡാകും.
കുഞ്ഞപ്പനാണെങ്കിൽ ഇതേ ഓടി ചെന്നപ്പോൾ അവനൊരു കൂട്ടുകാരനെ കിട്ടി കേട്ടോ, ഞണ്ടും കിട്ടി. അങ്ങനെ അവനുമായിട്ട് കളിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി കേട്ടോ. ആ മോൻ അവിടെ തന്നെ ഉള്ളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവൻ ആ ഞണ്ടൊന്നും എടുക്കാൻ പേടിയില്ല. കുഞ്ഞപ്പനേക്കാളും ചെറുതാണ് കേട്ടോ. ഞങ്ങൾ ആ ഉരുളങ്ങളിൻ്റെ മുകളിൽ കയറിയിരുന്നപ്പോൾ ഒരുപാട് ഞണ്ടിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ നല്ല ഡേഞ്ചറസ് ഞണ്ടായിരുന്നു ഗീസ്. കണ്ടാൽ തന്നെ അറിയാം. പക്ഷെ ഇതൊരു പാവത്താ ഞണ്ടാണെന്ന് തോന്നണു. എന്താണെങ്കിലും ആ മോനെ കടിച്ചൊന്നുമില്ല കേട്ടോ. അവൻ പിന്നെയും ഞങ്ങൾ പോയിട്ട് അവിടെ തന്നെ നിന്ന് ആ ഞണ്ടിനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ദേ അടുത്തുള്ള കടയിലോട്ട് വന്നു ചായ കുടിക്കാൻ വേണ്ടി. ആ കടയിലാണെങ്കിൽ ചായ മാത്രമേ ഉള്ളൂ, കടിയെല്ലാം തീർന്നു പോയെന്ന്. എനിക്കാണെങ്കിൽ കടിയില്ലാണ്ട് പിന്നെ എന്ത് ചായ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, അയ്യോ ഇവിടെ ചായ മാത്രമേ ഉള്ളൂ, നമുക്ക് അപ്പുറത്തെ കടയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ആ കടയിൽ ചെന്നപ്പോൾ കുഞ്ഞപ്പന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പോപ്കോൺ വാങ്ങിച്ച് ഞങ്ങൾ കഴിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ചായ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞേ. അപ്പോൾ അവിടെ പഴംപൊരിയും ബ്രെഡ് പൊരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ച് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഇങ്ങനെ മൊരിഞ്ഞ് കൂടിപ്പോയിട്ട് ഇങ്ങനെ കറുത്ത കളർ പഴംപൊരിയൊക്കെ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തണുത്ത് മരവിച്ചിരിക്കുന്നു. നേരത്തെ ഉണ്ടാക്കി വെച്ചതായിരിക്കുമല്ലോ, അപ്പോൾ ഭയങ്കരമായിട്ട് തണുത്ത് പോയി കേട്ടോ. ചായ നല്ല ചായയായിരുന്നു, ചായ കുഴപ്പമൊന്നുമില്ലായിരുന്നേ. പക്ഷെ കടിയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ. എത്തി കേട്ടോ. എൻ്റെ പൊന്നെ ഭയങ്കര ടയേർഡായി. അതിനിടയ്ക്ക് കാറിൽ കിടന്ന് കുഞ്ഞപ്പം വേറെ ഒരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കുഞ്ഞപ്പാ നോക്കിയടാ, ഹായ് പറഞ്ഞ എല്ലാവരോടും. കുഞ്ഞപ്പം നേരെ വന്ന് ഏണിയും പാമ്പും കളി തുടങ്ങി ഗൈസ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഏണിയും പാമ്പും കളി. അപ്പം അമ്മയെ വാ കളിക്കാൻ, ലുഡോ. അപ്പം അമ്മയെ വാ കളിക്കാന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം അവന് ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങൾ ലുഡോ ഏണിയും പാമ്പൊക്കെ കളിക്കട്ടെ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാ കുഞ്ഞപ്പാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.